ഈസ് ദ ഗ്രേറ്റ് ഹൈ പ്രീസ്റ്റ്. അഹരോന് ആ പദവിയില്ല. അഹരോന്റെ മക്കൾക്ക് ആ പദവിയില്ല. അരുമനാഥനാകുന്ന യേശു ക്രിസ്തുവിന്റെ പൗരോഹിത്യത്തിന് മാത്രമുള്ളതായിരിക്കുന്ന ശ്രേഷ്ഠമായിരിക്കുന്ന പദവിയാണ് ഹീസ് ദ ഗ്രേറ്റ് ഹൈ പ്രീസ്റ്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. തുല്യപ്പെടുത്തുവാൻ തക്കവണ്ണം മറ്റാരെയും എനിക്ക് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കത്തില്ല. അവനോട് തുല്യം പറയുവാൻ ആരുമില്ല. മൂന്നാമത്തെ പ്രത്യേകത, കർത്താവായ യേശുക്രിസ്തുവിന്റെ പൗരോഹിത്യ ശുശ്രൂഷയെ കുറിച്ച് പറയുമ്പോൾ വെളിപ്പെടുത്തുന്ന ഒരു ഭാഗമാണ് അവൻ ഭൂമിയിലായിരുന്നുവെങ്കിൽ പുരോഹിതനാകുകയില്ല. അപ്പോ കർത്താവായ യേശുക്രിസ്തുവിന്റെ പൗരോഹിത്യം എന്ന് പറയുന്നത് അഹരോന്റെ ചെയ്തു വന്ന ഒരു ശുശ്രൂഷ പോലല്ല. അഹരോൻ ശുശ്രൂഷ ചെയ്തു വന്നത് ഈ ഭൂമിയിലാ. കർത്താവായ യേശുവിന്റെ ശുശ്രൂഷയെ കുറിച്ച് പറയുന്നു, വായിച്ചത് താഴോട്ട്. അപ്പൊ ആരെ എവിടെയാ കർത്താവായ യേശു ശുശ്രൂഷ ചെയ്യുന്നത്? മഹാപുരോഹിതനായിട്ട് നിൽക്കുന്നത് ദൈവത്തിന്റെ വിശുദ്ധ പദൻ, മനുഷ്യനല്ല. പിന്നെ ആ കൂടാരം, ആ ഒരു ആലയം എന്ന് പറയുന്നത് ഒരു മനുഷ്യ നിർമ്മിതിയുള്ള ആലയമല്ല. പിന്നെയോ കർത്താവ് സ്ഥാപിച്ച സത്യകൂടാരം. കർത്താവായ യേശു ക്രിസ്തു പുരോഹിതനായിരിക്കുന്നത് എവിടെ? ദൈവത്തിന്റെ വിശുദ്ധ വചനം പറയുന്നു, നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനാകുവാൻ സ്വർഗത്തിലത്രേ പ്രവേശിച്ചത്.